മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷം മാധ്യമങ്ങളുമായി അത്ര നല്ല ബന്ധമല്ല പിണറായി വിജയൻ പുലർത്തിയിരുന്നത്. കടക്ക് പുറത്ത് അടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിനുണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ മറ്റൊരു പിണറായി വിജയനെ കണ്ടു. മീഡിയ ഫ്രണ്ട്ലിയായ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിച്ച പിണറായി. മാധ്യമങ്ങൾക്കൊക്കെ അഭിമുഖം നൽകി യൂട്യൂബേഴ്സിന്റെ പോഡ്കാസ്റ്റുകളിൽ അടക്കം പങ്കെടുത്ത ആ പിണറായി വിജയൻ. മോഹൻലാലിന് നൽകിയ അഭിമുഖത്തിൽ പൊട്ടിച്ചിരിച്ച പിണറായി. ആ സുവർണകാലം അവസാനിക്കുകയാണോ? പിണറായി വിജയന് മാധ്യമങ്ങൾ വീണ്ടും ശത്രുക്കളാവുകയാണോ? ഇന്ന് ഡൽഹിയിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് ഈ സംശയത്തിന് കാരണം. വിഴിഞ്ഞം ഇടപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ വടിയും നീട്ടി നിൽക്കേണ്ടതില്ല എന്നതായിരുന്നു വാക്കുകൾ. നിങ്ങളുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ, നിങ്ങൾ വടി നിർത്തുന്നതായിരിക്കും. രാവിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയപ്പോഴും പിണറായി അത്ര നല്ല മൂഡിലായിരുന്നില്ല. മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ടാണ് അപ്പോഴും അദ്ദേഹം കടന്നുപോയത്. നിങ്ങൾക്ക് ന്യൂസ് പോകണം വന്നിട്ട് വാതിലടക്കല്ലോ. ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രശ്നം കൊണ്ടാണോ അതോ മാധ്യമപ്രവർത്തകരെ കാണുന്നത് തന്നെ പ്രശ്നമാണോ എന്നറിയില്ല. എന്തായാലും മൂഡ് അത്ര ശരിയല്ല. ഒറ്റ വാൽകഷ്ണം കൂടി ചേർക്കട്ടെ. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വയനാട്ടിലെ കള്ളാടി സന്ദർശനത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനം വേണ്ട വിധം ചാനലുകൾ കൊടുത്തില്ല എന്നൊരു ആരോപണം സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഓരോ ചാനലും ആ വാർത്താ സമ്മേളനം എത്ര സമയം നൽകി എന്നൊക്കെ കാണിച്ചൊരു ഗ്രാഫിക്സ് കാർഡ് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ.